കാര്യം നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ അതായത് നീതിക്ക് അതായത് ഓരെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. അപ്പോൾ ഇത് സാധനമൊക്കെ കഞ്ചകം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ഗവൺമെൻറ്റിലും അതായത് നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ സംസാരിച്ചത്? ശരിക്കും സംസാരിക്കാൻ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കിട്ടുമെന്നുള്ള ഒരു കണ്ടീഷനിൽ കാണാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പറഞ്ഞ നീതി നമ്മൾ ഉറപ്പാക്കും. നമ്മൾ പറയുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല, വളരെയേറെ അവളെ വിഷമം അവൾ പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയിട്ട് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് മകൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട്. എന്നാലും നമുക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ്. വെച്ചാൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. ഇതുവരെ ഉള്ളത് തൃപ്തികരമാണ്. പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ, അതിൽ ഇപ്പം രക്ഷിതാക്കൾ 1-2 പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം. ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് 7ാം ക്ലാസ് മുതൽ. അത് അതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീതിപീഠത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. 3 കുട്ടികളുടെങ്കിലും പിതാക്കളുണ്ട്. അതെ, 3 കുട്ടികൾ, 2 കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത്. അവരെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കോടതിയോടും അത് നീതിപീഠത്തിനും പറയാനുള്ളത്. അതുപോലെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നമുക്ക് കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെൻറ് നടപ്പാക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മളൊന്ന് കൊടുത്തു നോക്കി, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് ഇത് സംഭവിച്ചു. ഇനി ഏതായാലും ഈ കുട്ടികൾക്ക് തക്ക ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. എത്ര രക്ഷിതാക്കൾക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെന്നാണ് ഇതിൽ കറക്റ്റായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ 2 പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജ്നാസിൻ്റെ ഒപ്പം. അതുകൊണ്ട് അതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ തെളിവ്. ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അതായത് എന്താ പറയുക, ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും ഒരു സപ്പോർട്ടും ഓരോ ഭാഗത്തു നിന്നാണ് ഉണ്ടായെന്നാണ് എനിക്ക്. മുഖ്യമന്ത്രി മറുപടി തന്നിട്ടുണ്ട്. ഇനി അവരെ പ്രതീക്ഷിക്കുക ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. കുട്ടികൾ എന്നുള്ള പ്രായത്തിലുള്ള ഇതല്ല അവർ ചെയ്തത്. അതായത് അവരെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ, മീഡിയയ്ക്ക് മുന്നിൽ മൊത്തം പറഞ്ഞതാണ്. ഒരു യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതല്ല വോയിസ് കേട്ട സമയത്ത്. ആർക്കും അറിയാവുന്ന പല ആളുകളും പ്രതിഷേധിക്കണം, പ്രകടനം, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നോട്ട് പോയിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആണ്. പക്ഷേ ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ.